ഇന്ന് നമ്മൾ വൊക്കാബുലറിയിൽ ഡിസ്കസ് ചെയ്യുന്ന രണ്ട് വേർഡ്സ് ആണ് envy, jealousy. envy, jealous. നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന വേർഡ് എനിക്ക് തോന്നുന്നു jealousy എന്നതാണ്. രണ്ടും തമ്മിൽ ചെറിയ ഡിഫറൻസ് മാത്രമാണ് ഉള്ളത്. മിക്കവരും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി യൂസ് ചെയ്യാറുണ്ട്. envy എന്ന് പറയുമ്പോൾ ഡിസയർ ഫോർ സംതിങ്, അതായത് മറ്റൊരാളുടെ കയ്യിലുള്ളൊരു വസ്തു, അത് അയാളുടെ ക്വാളിറ്റിയോ അല്ലെങ്കിൽ മെറ്റീരിയൽ ഒബ്ജക്റ്റോ എന്തുമാകട്ടെ, അത് നമുക്കില്ലല്ലോ എന്ന് തോന്നുന്ന ഒരു ഫീലിംഗ് ആണ്. അസൂയപ്പെടുക എന്നൊക്കെ പറയാം. ഇനി ജെലസി എന്ന് പറയുമ്പോൾ ഒരു ഫിയർ ഓഫ് ലോസ് ആണ്. അത് നഷ്ടപ്പെടുമോ എന്നൊരു പേടി കൂടിയുണ്ട്. കുറച്ചുകൂടി നെഗറ്റീവ് എന്ന രീതിയിൽ നമുക്ക് ജെലസി യൂസ് ചെയ്യാം. ഇപ്പൊ നമ്മൾ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരാള് മറ്റൊരാളുടെ അടുത്ത് വളരെയധികം കമ്പനി ആകുമ്പോൾ നമുക്ക് സ്വാഭാവികമായി എന്ത് തോന്നും? അയ്യോ, അയാളോടാണോ അടുപ്പം കൂടുതൽ? അപ്പൊ നമുക്ക് തോന്നുന്ന ഫീലിംഗ് ജെലസിയാണ്, envy അല്ല. He felt envy towards her sister's successful career. കണ്ടോ, അവന്റെ സിസ്റ്ററിന്റെ സക്സസ്ഫുൾ ആയിട്ടുള്ള ആ ഒരു കരിയർ കണ്ടിട്ട് അവന് എന്ത് തോന്നാണ്? അസൂയ തോന്നാണ്, envy. തനിക്കില്ലല്ലോ എന്ന് ആലോചിച്ചിട്ടുള്ള ഒരു ഫീലിംഗ് ആണ് അവിടെ. He felt envy towards her sister's successful career. I feel jealous when my husband talk to his ex-girlfriend. Okay. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് അദ്ദേഹത്തിന്റെ എക്സ് ഗേൾഫ്രണ്ടുമായിട്ട് സംസാരിക്കുന്നത് കാണുമ്പോൾ എനിക്ക് എന്ത് ഫീൽ ഉണ്ടാവും? അയ്യോ, അദ്ദേഹം ഇനി വീണ്ടും അങ്ങനെ ഒരു താല്പര്യം കാണിക്കോ? ഞാൻ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയാണ് ഈ ഒരു എക്സാമ്പിൾ പറഞ്ഞത് കേട്ടോ. അപ്പൊ കൂടുതലും ഒരു ഫിയർ ഓഫ് ലോസ് ആണ് എന്തിൽ വരുന്നത്? ജെലസ് എന്ന വേർഡിൽ വരുന്നത്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.